ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. നിങ്ങൾ ഏത് സമയത്ത് അത് കാണുന്നത് പറയാൻ പറ്റില്ലല്ലോ. രാവിലെ കാണുന്നവരാണെങ്കിൽ ഗുഡ് നൈറ്റും, ഉച്ചയ്ക്കും രാത്രി കാണുന്നവർ അതിനനുസരിച്ച് കൂട്ടിക്കും. പിന്നെ വേറെ കാര്യം, എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ മണി അടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. ഇനി രണ്ടാമതാണ് നിങ്ങൾ കാണുന്നെങ്കിൽ മണി അടിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനും മറക്കണ്ട. അപ്പോൾ ഒന്നും കൂടി നമ്മളുടെ പുതിയൊരു ഷോർട്സിലേക്ക് വീണ്ടും സ്വാഗതം. ഷോർട്സ് ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതി. നമ്മൾ മുന്നേ പറഞ്ഞ് നിർത്തിയ പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ വീടിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം ഇട്ടത്. എങ്ങനെ വീട് പണിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഓരോ ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചു. ഒരു 1.5 മിനിറ്റ് വരുന്ന സാധനം. എന്നാൽ എന്നെ കണ്ട് നിങ്ങളും ബോറടിക്കില്ല, വെറുതെ നിങ്ങൾക്കൊരു കഷ്ടപ്പാട് ആവണ്ട എന്ന് കരുതി. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മളെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ പ്ലാനല്ല, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. കാരണം നമ്മൾ ക്യാഷ് ഉള്ളവരും ഉണ്ടാവും, ക്യാഷ് കയ്യിൽ വെച്ചിട്ട് മീൻസ് ഒരു 80% ആൾക്കാരും ക്യാഷ് കയ്യിൽ വെച്ചിട്ട് പണി തുടങ്ങുന്നവരായിരിക്കില്ല. സോ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻസ് സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടി ചെയ്യാം. സോ ലോൺ നോക്കുക എന്നുള്ളതാണ്. കാരണം ഈ വീടിൻ്റെ പണീൻ്റെ ഇടയിലായിരിക്കും നമുക്ക് അങ്ങനെ ഇങ്ങനെയായിരിക്കും പല വള്ളികളും വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. ബാങ്കിൽ നിങ്ങൾ ലോണിന് പോയി കഴിഞ്ഞാൽ അവരാകെ നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് കേസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ്ടോ എന്നുള്ളത്. ലേറ്റസ്റ്റ് 3 വർഷത്തെ ഫയലിംഗ് ആയിരിക്കും അവർ ചോദിക്കുക. അതിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഇൻകം ടാക്സ് 3 വർഷത്താണ് നമ്മളോട് കൊടുക്കേണ്ടി വരിക. 3 വർഷത്തെന്ന് പറഞ്ഞാൽ ഈ ആദ്യമൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർത്ത് നമുക്ക് ഇന്ന് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ ബാങ്കിൽ ഒരു പ്രശ്നം കാണില്ല. പക്ഷേ ഇപ്പം നമ്മൾ ലോണിന് വേണ്ടി ഇന്ന് നമ്മൾ പോകുമ്പോൾ 3 വർഷത്തെ ഇൻകം ടാക്സ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ പേപ്പറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് 3 വർഷത്തൊന്നും ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില ബാങ്കുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അതിൽ ഫയൽ ചെയ്ത ഡേറ്റ് കാണാൻ പറ്റും. അപ്പം ഇന്നാണ് നമ്മൾ 3 വർഷത്തൊന്നും ചെയ്തെങ്കിൽ അത് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ പറഞ്ഞു വിടും. സോ അങ്ങനൊരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോഴാണ് നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ട് ഒരു 3 വർഷത്തിന് ശേഷമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോഴേ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് തുടങ്ങാം. നമ്മളെ ഇൻകം കാണിച്ച് നമ്മൾ തന്നെ സെൽഫ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെത്. ഇൻകം ടാക്സിൻ്റെ അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. കാരണം എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടിങ് ഫൈനൽ ആണ്. ഫ്രീലാൻസ് ആയിട്ട് ടാക്സ്, GST, ഇൻകം ടാക്സ് ഓഡിറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യും. കൂട്ടത്തിൽ ഇതിൽ വരുന്ന സംഭവം ഇൻകം ടാക്സിൻ്റെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ വിശദീകരിക്കുന്നത്. അങ്ങനെ എല്ലാ പേപ്പർ റെഡിയാക്കി ബാങ്കിൽ കൊടുത്ത് ആ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ശേഷമാണ് നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോകാം. നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കൊണ്ടൊന്ന് കാണിക്കാം, എന്താണ് നമ്മളെ ഐഡിയ, എങ്ങനെയാണ് നമുക്ക് വരേണ്ടതെന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.